ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മിറേജ് എന്ന മൂവിയാണ്. ഒരു ചെറുപ്പക്കാരന്റെ തിരോധാനവും അവൻ ഒളിപ്പിച്ചു വെച്ച ഒരു പെൺഡ്രൈവിനെ തേടിയുള്ള യാത്രയുമൊക്കെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് ഈ ഒരു മൂവിക്കുള്ളത്. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കാരണം പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കിരൺ എന്ന യുവാവ് ട്രെയിനിൽ കയറി എങ്ങോട്ടോ പോകുന്നതാണ്. അതിനുശേഷം വാർത്തകളിലെല്ലാം തന്നെ കാണിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് വഴി ജബൽപൂരിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ പാലം തകർന്ന് അപകടത്തിൽ എന്നതാണ്. പിന്നെ അവിടെ നിന്നും കെട്ടായി പിന്നീട് കാണിക്കുന്നത് തമിഴ്നാട്ടിൽ ചെറിയൊരു ചാനൽ നടത്തുന്ന അശ്വിൻ എന്ന നമ്മുടെ നായകനെയാണ്. പ്യൂർ ഫാക്ട്സ് എന്ന പേരിലായിരുന്നു അവൻ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്നത്. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും പറ്റിയിട്ടുള്ള യഥാർത്ഥ കണ്ടെത്തലുകളായിരുന്നു അവൻ തന്റെ ചാനലിലൂടെ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ അവന് പല ശത്രുക്കളും ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് രാജ്കുമാർ എന്ന് പറയുന്ന അവിടുത്തെ വലിയൊരു ബിസിനസ്മാനെയാണ്. ഇല്ലീഗലായിട്ട് പല കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഫിനാൻസ് കമ്പനിയുടെ മറവില് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്നതായിരുന്നു അയാളുടെ മെയിൻ പണി. അയാളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അനന്ത് വന്നിട്ട് അയാളോട് പറയുന്നുണ്ട് അവരുടെ കമ്പനിയുടെ സിസ്റ്റത്തിൽ നിന്നും അൺഒഫീഷ്യലായിട്ട് അവർ വെച്ചിരുന്ന പല ഡേറ്റാസും ആരോ മോഷ്ടിച്ചു എന്ന്. കിരണിന്റെ സിസ്റ്റത്തിൽ നിന്നായിരുന്നു അത് മോഷണം പോയിരുന്നത്. ഇതേ കിരണിനെ തന്നെയാണ് മൂവിയുടെ തുടക്കത്തില് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കാണിച്ചതും. ആരും അറിയാതെ അവൻ തന്നെയായിരിക്കാം അത് മോഷ്ടിച്ചതെന്ന് അനന്ത് പറയുന്നു. ആ ഡേറ്റ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഇല്ലീഗൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മീഡിയയും ജനങ്ങളും അറിയും. അതോടെ ഇയാളുടെ ബിസിനസ് തന്നെ തകരും. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിരണിനെ കണ്ടെത്തി അവന്റെ കയ്യിൽ നിന്ന് ആ ഡേറ്റാസ് കോപ്പി ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്ക് തിരിച്ചെടുക്കണം. രാജ്കുമാറിന്റെ ഇതേ ഫിനാൻഷ്യൽ കമ്പനിയിൽ തന്നെയായിരുന്നു നായികയായ അഭിരാമിയും അവളുടെ ഫ്രണ്ട് ഋതികയും ജോലി ചെയ്യുന്നത്. അഭിരാമിയുടെ ലവറായിരുന്നു കിരൺ. കിരണിനെ കുറച്ചു ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടാത്ത കാരണം അഭി ആകെ ടെൻഷനിലാണ്. എന്നാൽ ഋതു പറയുന്നുണ്ട് അവനുമായിട്ടുള്ള നിന്റെ റിലേഷൻഷിപ്പ് അത്ര ശരിയല്ല, അവൻ ഒരു ചതയനാണെന്ന്. എന്നാൽ നീ കിരണിനെ വല്ലാതെ തെറ്റിദ്ധരിക്കുകയാണെന്നാണ് അഭി അവളോട് പറയുന്നത്. ഇനി കിരണും അഭിരാമിയും എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നാണ് കാണിക്കുന്നത്. അഭി ഇവിടേക്ക് ആദ്യമായിട്ട് ജോലിക്ക് വരുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ കയറി. എന്നാൽ അവള് പേഴ്സ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഫോണും പേഴ്സും എല്ലാം തന്നെ വീട്ടിലാണ്. കാശ് കൊടുക്കാനില്ലാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന മലയാളിയായ കിരണാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ രാജ്കുമാറിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വന്നതാണെന്ന് അവൾ അവനോട് പറയുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാശ് എടുത്തുകൊണ്ട് തരാമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അത് വേണ്ട, നമ്മൾ ഇനിയും കണ്ടുമുട്ടുമെന്ന്. അവൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം അവൾക്ക് അപ്പം മനസ്സിലായില്ല. പിന്നീട് അവൾ ഓഫീസിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അവനും അതേ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്നും അവളുടെ സീനിയർ ആണെന്നും. അങ്ങനെ അവരുടെ ആ പരിചയം പതിയെ സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും കടന്നു. അഭിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ആക്സിഡന്റിൽ അവളുടെ ഫാമിലി നഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെയായിരുന്നു കിരണിന്റെ അവസ്ഥ. അവനും അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് മരിച്ചുപോയിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് കടക്കുകയാണ്. കിരണിനെ കുറെ ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടാത്ത കാരണം അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. ചെന്നൈയിൽ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന് പോവാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇവിടെ നിന്നും പോയത്. പക്ഷെ ഇതുവരെ ഒരു വിവരമില്ല. കംപ്ലൈന്റ് ചെയ്ത് പിറ്റേ ദിവസമാകട്ടെ ആ പോലീസുകാരൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് അപകടത്തിൽപ്പെട്ട ആ ട്രെയിനിൽ കിരണും ഉണ്ടായിരുന്നു എന്ന് ഡൗട്ട് ഉണ്ടെന്ന്. കണ്ടെത്തിയ ബോഡികൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോയി. ആ കൂട്ടത്തിൽ ഒരു ബോഡിയുടെ കൂടെ കിട്ടിയ സാധനങ്ങളിൽ കിരണിന്റെ സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ബോഡി അഴുകിയ നിലയിലാണ്. അതേസമയം തന്നെ ഇവിടെ അശ്വിനും പോലീസുകാരുടെ കോള് വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ന്യൂസുകളും കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർ അവനെ വിളിച്ചറിയിക്കാറുണ്ടായിരുന്നു. കിരണിന്റെ കാര്യമാണ് ഇത്തവണ പോലീസുകാർ അശ്വിനോട് പറയുന്നത്. ഇതേ കിരണിനെ തന്നെ കുറച്ച് നാളുകളായിട്ട് അശ്വിൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാജ്കുമാറിന്റെ ഓഫീസിൽ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റിയെ പറ്റി കണ്ടെത്താൻ അശ്വിൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഋതു അബിയും ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വന്നിരിക്കുന്നു. അഴുകിയ നിലയിലുള്ള ബോഡി കണ്ടാൽ അവർക്കത് കിരണാണെന്ന് മനസ്സിലാകില്ല. എന്നാൽ ആ സാധനങ്ങളെല്ലാം കണ്ടപ്പോൾ അവന്റേതാണെന്ന് അബി പറയുന്നു. കിരണിന്റെ മരണവാർത്ത രാജ്കുമാറും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ മരിച്ചാലും അവന്റെ കീഴിലുള്ള ഹാർഡ് ഡിസ്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ് തകരുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ അയാൾ പോലീസുകാരനായ റിയാസിന്റെ സഹായം തേടുന്നു. അബി കിരണിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വന്നപ്പോഴും അത് വാങ്ങിക്കൊണ്ടുപോയി കത്തിക്കുമ്പോഴും എല്ലാം തന്നെ അശ്വിൻ അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അബിയുടെ വീട്ടിലേക്ക് SP ആറുമുഖം വരികയാണ്. കിരണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു അയാൾ വന്നത്. അബി പറയുന്നുണ്ട് തന്നോട് ചെന്നൈയിൽ പോകുന്നുവെന്നാണ് കിരൺ പറഞ്ഞത്. പക്ഷെ അവനിപ്പോൾ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ട്രെയിൻ ആകട്ടെ മറ്റൊരിടത്തേക്ക് പോകുന്നതാണ്. അവ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല എന്നും അബി പറയുന്നു. കിരൺ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഹാർഡ് ഡിസ്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും തന്നിട്ടില്ല എന്ന്. വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ ഹാർഡ് ഡിസ്ക് കിരണിന്റെ കയ്യിലുണ്ടോ എന്ന് SPക്ക് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിരണിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, പരിചയമുണ്ടോ എന്നൊക്കെ അബി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് കിരണിനെ എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ കമ്പനിയിലെ ചില സെൻസിറ്റീവ് ഇൻഫർമേഷൻ കിരൺ മോഷ്ടിച്ചു എന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടാണ് ഞാൻ അന്വേഷിക്കാൻ വന്നതെന്ന്. ഇതേ ഹാർഡ് ഡിസ്ക് ചോദിച്ചിട്ട് ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്പറും കൊടുത്തിട്ടാണ് അയാൾ പോയത്. SP പോയി കഴിയുമ്പോൾ അവിടെ അശ്വിൻ വരുന്നുണ്ട്. നടത്തുന്ന ചാനലിനെ പറ്റിയെല്ലാം തന്നെ അശ്വിൻ അവരോട് പറയുന്നു. കുറച്ചു ദിവസമായിട്ട് ഇവൻ തങ്ങളെ ഫോളോ ചെയ്യാമെന്ന് മനസ്സിലായതോടുകൂടി ഋതു ആകട്ടെ അവനോട് ചൂടാകുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നു താൻ കിരണിനെ പറ്റി അന്വേഷിക്കാൻ വന്നതാണെന്ന്. അശ്വിന്റെ അടുത്ത് നിന്നും അവൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിയുന്നുണ്ട്. SP ആറുമുഖവും കിരണും തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നുവെന്ന്. പക്ഷെ അയാൾ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് അയാൾക്ക് കിരണിനെ അറിയില്ല എന്നാണ്. അവർ ഒരുമിച്ചുള്ള ഫോട്ടോസും തെളിവിനായിട്ട് അശ്വിൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർക്കിടയിൽ ഡീൽ എന്തോന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കിരണിന്റെ മർഡറിന് പിന്നിലുള്ള കാര്യങ്ങൾ കണ്ടെത്തണ്ടേ എന്നാണ് അശ്വിൻ ചോദിക്കുന്നത്. കിരണിന്റേത് തന്നെ കൊലപാതകമല്ലല്ലോ, ആക്സിഡന്റ് അല്ലേ എന്ന് അഭി ചോദിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ഋതു പറയുന്നുണ്ട് ഇവന്റെ ചാനലിന് വേണ്ടിയിട്ട് ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നിരിക്കുക, അതുകൊണ്ട് ഇനി ഇവനോട് കൂടുതൽ സംസാരിക്കേണ്ടതെന്ന്. അങ്ങനെ ഋതു അവനെ അവിടെ നിന്നും ഇറക്കി വിട്ടു.
പോകാമല്ലോ. പക്ഷെ പോകാൻ നേരം അശ്വിൻ പറയുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പോലീസുകാരെ വിശ്വസിക്കരുതെന്ന്. അഭി 2 ദിവസത്തേക്ക് ഓഫീസിൽ പോകുന്നുണ്ടായിരുന്നില്ല. ഋതു അവിടെ നിന്ന് ഓഫീസിലേക്ക് പോയി. അശ്വിനാകട്ടെ അപ്പോഴും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഋതു പോയി കഴിയുമ്പോൾ അഭിയോടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ട്. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അഭിയുടെ വീട്ടിലേക്ക് ആ റിയാസ് എന്ന് പറയുന്ന പോലീസുകാരൻ അതിക്രമിച്ച് കയറുന്നു. അഭിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രാജ്കുമാർ പറഞ്ഞിട്ട് ആ ഹാർഡ് ഡിസ്ക് കണ്ടെത്താനായിരുന്നല്ലോ അയാളുടെ വരവ്. അഭിയെ അയാൾ കുറെ അടിക്കുന്നു. അഭി പറയുന്നുണ്ട് എനിക്ക് ഈ ഹാർഡ് ഡിസ്കിനെ പറ്റി ഒന്നും അറിയില്ല. SP അറുമുഖം വന്നിട്ട് കിരൺ രാജ്കുമാറിന്റെ ഓഫീസിൽ നിന്ന് എന്തോ ഡേറ്റ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ ഹാർഡ് ഡിസ്കിനെ പറ്റി അറിയുന്നതെന്ന്. തനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല, തന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ട് അവൾ കരയുകയായിരുന്നു. അയാളാകട്ടെ തോക്കെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടി. ഈ സമയത്ത് അശ്വിനാകട്ടെ പുറത്തു നിന്നതെല്ലാം കാണുന്നുണ്ട്. അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനാകട്ടെ അവിടെ നിന്ന് അയൽക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടിലെന്തോ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നു പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അത് കേട്ടതോടെ റിയാസ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അശ്വിൻ അവിടേക്ക് വന്ന് അവളോട് ഓക്കെ ആണോന്ന് ചോദിക്കുന്നു. ഇവരൊക്കെ ആരാണെന്നും ഇവരൊക്കെ എന്തിനെ ഹാർഡ് ഡിസ്കിന്റെ പുറകെ നടക്കുന്നതെന്നും ഒന്നും തന്നെ അഭിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അശ്വിൻ അവളോട് പറയുന്നുണ്ട് താനും കിരണും ഒക്കെ ഇൻഡയറക്ട്ലി രാജ്കുമാറിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് അയാൾ അതിന്റെ മറവില് വേറെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെ നിങ്ങളും അതിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ഋതിക അവിടെയൊക്കെ വരുന്നുണ്ട്. ഇനി താനിവിടെ ഉണ്ട്, അശ്വിൻ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അശ്വിനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇവർ രണ്ടുപേരും വീണ്ടും ആ SP പോയി കാണുന്നുണ്ട്. സാറ് ഞങ്ങളോട് കള്ളം പറഞ്ഞതല്ലേ, സാറും കിരണും തമ്മിൽ എന്തോ ബന്ധമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അവർ ഒരുമിച്ചുള്ള ഫോട്ടോയും കാണിക്കുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഋതു അശ്വിന്റെ പേര് കയറി പറയുന്നു. എന്നാൽ അഭിക്കത് കേട്ട് ദേഷ്യം വന്നു. കാരണം അശ്വിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ടെന്ന് അവൾ വിചാരിച്ചതാണ്. SP പറയുന്നുണ്ട് കിരൺ രാജ്കുമാറിന്റെ കമ്പനിയിൽ നടക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്തിട്ട് തനിക്ക് തന്നിട്ട് ഈ കൺട്രി തന്നെ വിട്ടിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു എന്ന്. പക്ഷെ അതിനു മുന്നെയാണ് അവൻ മരിച്ചത്. അതുകൊണ്ട് ആ ഹാർഡ് ഡിസ്ക് എവിടെയാണെന്ന് കണ്ടെത്തിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ തന്നെ അറിയിക്കണമെന്ന് അയാൾ പറയുന്നു. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇവരെ ഫോളോ ചെയ്ത് അശ്വിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ പേര് SP പറഞ്ഞു എന്നറിഞ്ഞതോടുകൂടി അശ്വിൻ ആകെ ദേഷ്യത്തിലായി. തന്നെയൊക്കെ സഹായിക്കാനല്ലേ ഞാൻ വന്നത്, എന്തിനാ വെറുതെ അയാളോട് എന്റെ പേര് പറയാൻ പോയത്? ഓൾറെഡി തന്നെ പല കേസുകളുടെ പേരിൽ ഞാനും അയാളും തമ്മിൽ പല വാക്കുതർക്കങ്ങളും ഉണ്ടായിട്ടുള്ളതാ. അവനങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ SP അവിടേക്ക് വന്നിട്ട് അവനെ കുറെ വാൺ ചെയ്യുന്നുണ്ട്. ഇനി മേലെ ഈ വിഷയത്തിൽ നീ തലയിടരുതെന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നും തിരിച്ചു പോകുന്നിടത്ത് അഭി ഋതുവിനോട് പറയുന്നുണ്ട് ആ ഹാർഡ് ഡിസ്ക് ഒന്നുകിൽ കിരണിന്റെ ഫ്ലാറ്റിലുണ്ടാകും, ഇല്ലെങ്കിൽ ലോക്കറിൽ ഉണ്ടാകുമെന്ന്. 3-4 മാസം മുമ്പ് അവൻ എന്റെ പേരിൽ ഒരു ലോക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കീ അവിടെ എവിടെയെങ്കിലും കാണും. പക്ഷെ ഓൾറെഡി തന്നെ പോലീസുകാരെ കിരണിന്റെ ഫ്ലാറ്റിലെല്ലാം സെർച്ച് ചെയ്തതാണ്. അവർക്കാർക്കും ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ കിരൺ ഇരിക്കുന്ന ടേബിളിന്റെ അടുത്ത് സീക്രട്ട് ആയിട്ടൊരു അറയുള്ളതായിട്ട് അഭി ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ നേരെ കിരണിന്റെ ഫ്ലാറ്റിൽ പോയിട്ട് അത് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ മേശയുടെ സൈഡിലെല്ലാം പരിശോധിക്കുമ്പോൾ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള അറ തുറന്നു വരികയും അതിൽ നിന്ന് അവർക്ക് ഒരു താക്കോല് കിട്ടുകയും ചെയ്യുന്നു. അത് എന്തിന്റെയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവളുടെ പേരിൽ കിരൺ എടുത്ത ബാങ്ക് ലോക്കറിൽ പോയി അവൾ നോക്കിയെങ്കിലും അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ താക്കോല് കാണിച്ചിട്ട് ബാങ്ക് ജീവനക്കാരോട് ഇത് വേറെ എന്തെങ്കിലും ലോക്കറിന്റെ ആണെന്ന് ചോദിക്കുമ്പോൾ അതൊരു ബാങ്ക് ലോക്കറിന്റെ കീ ആണെന്നേ തോന്നുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇവരൊരു കഫേലിരുന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് അശ്വിനാകട്ടെ തന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ അവിടേക്ക് വരുന്നു. ഇവരെ കണ്ടതും ഇവരുടെ അടുത്തേക്ക് പോകാതെ അശ്വിൻ മറ്റൊരിടത്ത് പോയിരുന്നു സംസാരിക്കുന്നു. കാരണം ഓൾറെഡി തന്നെ SP അവനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അഭിയാകട്ടെ അവനോട് വന്ന് സോറി പറയുന്നുണ്ട്. അന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല, അറിയാതെ തന്റെ പേര് വീണു പോയതാന്നൊക്കെ പറയുന്നു. അവരവിടെ നിന്നും പോകുന്ന വഴിക്ക് അവരുടെ പിറകെ റിയാസ് ഒരു വണ്ടിയിൽ ഫോളോ ചെയ്തു പോകുന്നത് അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിയാസ് ഇവർക്കിട്ട് പണി കൊടുക്കാനാ പോകുന്നതെന്ന് അശ്വിനും മനസ്സിലായിട്ട് അശ്വിൻ റിയാസിന്റെ വണ്ടിയുടെ പിറകെ പോയി. റിയാസ് ആകട്ടെ അവളുടെ വണ്ടി ചേസ് ചെയ്ത് പിടിച്ച് അഭിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവൾ എന്തിനാ SP കാണാൻ പോയതെന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ SP-യുമായിട്ട് തങ്ങൾക്കൊരു ബന്ധവുമില്ല, എന്നെ വെറുതെ ശല്യം ചെയ്തെന്ന് പറയാനാണ് ഞാൻ SP എടുത്ത് പോയത്, അല്ലാതെ നിങ്ങളെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു. മാത്രമല്ല കിരൺ തന്റെ പേരിലെടുത്ത ലോക്കറിൽ പോയിട്ട് താൻ ഹാർഡ് ഡിസ്ക് ഉണ്ടോ എന്ന് നോക്കി, അതിലെങ്ങും തന്നെ ഹാർഡ് ഡിസ്ക് ഇല്ല, അത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമെന്നും അവൾ പറയുന്നു. അവളെ സംബന്ധിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം. അതിന് ആ ഹാർഡ് ഡിസ്ക് ആർക്കാണോ കൊടുക്കേണ്ടത് അവൾ അയാൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. റിയാസ് അവിടെ നിന്നും പോയി കഴിയുമ്പോഴേക്കും അശ്വിൻ അവിടേക്ക് വരുന്നു. അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അശ്വിൻ തന്റെ വണ്ടിയിൽ അവരെ രണ്ടുപേരെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് ഋതുവിന്റെ കൂടെ അഭിയോട് നിൽക്കാൻ പറഞ്ഞെങ്കിലും അവൾ കേൾക്കുന്നില്ല. താൻ എന്നും ഒറ്റയ്ക്കായിരുന്നു, എല്ലാം ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തനിക്ക് ആരെയും പേടിയില്ല എന്നാണ് അഭി പറയുന്നത്. അവളുടെ അച്ഛന്റെ അമ്മയുടെയും ചേച്ചിയുടെയും മരണത്തെ പറ്റിയൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്നും ചോദിക്കുന്നു. കിരണിന്റെ വീട്ടിൽ നിന്നും അവൾക്ക് കിട്ടിയ താക്കോല് അശ്വിന്റെ കൊടുത്തിട്ട് ഇത് എന്തിന്റെയാണെന്നൊന്ന് കണ്ടെത്തി തരാൻ പറയുന്നു. ആ ഒരു ഹാർഡ് ഡിസ്ക് അശ്വിന് കിട്ടുകയാണെങ്കിൽ അശ്വിൻ അതിലെ ഡീറ്റെയിൽസ് എല്ലാം കോപ്പി ചെയ്തിട്ട് തന്റെ ചാനലിന് വേണ്ടി യൂസ് ചെയ്തുകൊള്ളാനും അവൾ പറയുന്നുണ്ട്. ഇങ്ങോട്ടൊരു ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അവൾക്ക് തിരിച്ച് അങ്ങോട്ടും അവനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അതിൽ നിന്ന് അവന് കിട്ടാൻ പോകുന്നത് വലിയൊരു ന്യൂസ് തന്നെയാണ്. അശ്വിൻ ആ കീ വെച്ചിട്ട് അന്വേഷിച്ചു പോകുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ള ഏതൊരു ലോക്കർ ഫെസിലിറ്റിയുടെ കീ ആണെന്ന് അവൻ കണ്ടെത്തി. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ കോഴിക്കോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഇവരെ ഫോളോ ചെയ്ത് റിയാസും ആ SP ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് കാരണം അശ്വിൻ പറയുന്നുണ്ട് അബിയുടെ ഫോണും അബിയുടെ വണ്ടി എടുത്തിട്ട് തൽക്കാലം ഋതു നാട്ടിലേക്ക് പോകാൻ. തൃശ്ശൂരായിരുന്നു ഋതുവിന്റെ നാട്. എങ്ങാനും പോലീസോ ആ റിയാസോ ട്രേസ് ചെയ്യുകയാണെങ്കിൽ അബി നാട്ടിലേക്ക് പോകുന്നതായിട്ടേ തോന്നും. ആ സമയം കൊണ്ട് അശ്വിനും അബിയും കോഴിക്കോട് പോയി ആ ലോക്കർ തുറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇവിടെ SP-ക്ക് മനസ്സിലായി അഭിരാമി വീട്ടിൽ നിന്ന് മിസ്സിംഗ് ആണെന്ന്. അതുകൊണ്ട് അവളുടെ ഫോൺ വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക.
കാത്തിരിക്കുകയായിരുന്നു അവർ. കോഴിക്കോട് എത്തിയ അശ്വിനും അബിക്കും കിരൺ ലോക്കറിൽ വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ കിട്ടുന്നു. അതിലാകട്ടെ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നില്ല, കുറച്ച് ഫോട്ടോസും പണവും ആയിരുന്നു ഉണ്ടായിരുന്നത്. കിരൺ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും അവന്റെ ചെക്ക് ബുക്കും അതിലുണ്ടായിരുന്നു. അതിൽ നിന്നും അവന്റെ അഡ്രസ് അവർക്ക് കിട്ടി. അവരെങ്ങനെ കിരണിന്റെ വീട് തേടിപ്പോയി. പക്ഷെ അവിടെ എത്തുമ്പോ അവന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നു. അമ്മ മരിച്ചു എന്ന് അവൻ അവളോട് കള്ളം പറഞ്ഞതാണ്. കിരണിനെ പറ്റി ചോദിക്കുമ്പോൾ കിരൺ മരിച്ച വിവരങ്ങളൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പലപ്പോഴും അങ്ങനെ തന്നെ അവൻ ഇടയ്ക്കൊന്നും കുറച്ചുനാൾ വിളിക്കില്ല എന്ന് അവർ പറയുന്നു. പക്ഷെ ലാസ്റ്റ് വിളിച്ചപ്പോ അവൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ്, വലിയൊരു യാത്രയ്ക്ക് തയ്യാറായിക്കോ, പുറത്തെവിടെ ജോലി കിട്ടിയെന്നൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവന്റെ പഴയ ഫോട്ടോസ് നോക്കുമ്പോൾ അതിലൊരു ഫോട്ടോയില് അവന്റെ പേര് അമൽ എന്നായിരുന്നു എഴുതിയിരുന്നത്. കിരണിന് അമൽ എന്നൊരു പേരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മയൊന്ന് ഡിസ്റ്റർബ് ആയി. എനിക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായി എന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറിപ്പോയി. കൂടുതലൊന്നും സംസാരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. നാളെ ഒന്നുകൂടെ വന്ന് ഇവരോട് സംസാരിക്കാമെന്ന് കരുതിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ഋതു ഇവരെ വിളിച്ചിട്ട് ഇവർ എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല, കിരണിന്റെ അമ്മ ജീവനോടെ ഉണ്ട്, അവന്റെ അഡ്രസ്സിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഋതുവിനോട് അവർ പറയുന്നു. അങ്ങനെ അന്ന് അവർ അവിടെ തന്നെ ഒരു ഹോട്ടൽ റൂം എടുത്തു. എന്നാൽ രാത്രിയായപ്പോൾ അബിയുടെ റൂമിൽ നിന്ന് ഒച്ച കേട്ട് അശ്വിൻ അവിടെ ഓടിച്ചെല്ലുമ്പോൾ കാണുന്നത് റിയാസ് അവളെ ഭീഷണിപ്പെടുത്തുന്നതാണ്. റിയാസ് എപ്പോഴും ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. തങ്ങൾക്ക് ആ ലോക്കറിൽ നിന്ന് ഒന്നും തന്നെ കിട്ടില്ല എന്ന് അവർ പറയുന്നു. ഹാർഡ് ഡിസ്ക് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കാമെന്നും പറഞ്ഞു കഴിയുമ്പോഴാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. ഇനി കിരണിന്റെ വീട്ടിലോട്ട് പോകാത്തതാ നല്ലത്, നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇയാൾ അവിടെ പോയിട്ട് കിരണിന്റെ അമ്മയും ചിലപ്പം ഭീഷണിപ്പെടുത്താൻ ചാൻസ് ഉണ്ടെന്ന് ഇവർക്ക് തോന്നിയത് കാരണം ഇവർ പിറ്റേന്ന് കിരണിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല. ആ ഫോട്ടോസില് കിരണിന് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. പലപ്പോഴും കിരണ് അതിനെപ്പറ്റി അബിയോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തൊന്ന് പോയി നോക്കാമെന്ന് അവള് പറയുന്നു. ചിലപ്പോൾ അവൻ ആ ഹാർഡ് ഡിസ്ക് അവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവർ ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴാകട്ടെ ആ ചെറിയ കുടിലിനുള്ളിൽ ആരോ താമസിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പുറത്തുകൂടി ആരോ പോകുന്ന പോലെ അവൾക്ക് തോന്നി. അവർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴേക്കും വാതിലുകളെല്ലാം പൂട്ടിയിരിക്കുകയായിരുന്നു. പുറത്തുനിന്ന് ആരോ പെട്ടെന്ന് ആ ഒരു കുടിലിന് തീയിടുകയും ചെയ്തു. തീയിട്ടിട്ട് പോകുന്ന ആ ആളെ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, മരിച്ചു എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കിരണായിരുന്നു. പക്ഷെ കിരണിനെ അവര് കണ്ടില്ല. ആ കുടിലിന് തീയിട്ടിട്ട് അവൻ അവിടെ നിന്നും പോയി. എങ്ങനെയൊക്കെ അവർ ആ തീയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വരുന്നു. പിന്നീട് കാണിക്കുന്നത് അബിക്ക് ഹോസ്പിറ്റലിൽ ബോധം തെളിയുന്നതാണ്. ഇവിടെ SP അറുമുഖം കിരണിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ ട്രെയിൻ അപകടത്തിന്റെ അന്ന് കിരൺ ആ ട്രെയിനിൽ കയറുന്നതായിട്ട് ഒരു CCTV ഫുട്ടേജിലുമില്ല. ട്രെയിൻ അപകടം നടന്നത് 11-ാം തീയതിയാണ്. കിരൺ ട്രെയിനിൽ യാത്ര ചെയ്തത് 8-ാം തീയതിയായിരുന്നു. അതുകൊണ്ട് 11-ാം തീയതിയുള്ള ട്രെയിനിൽ അവനുണ്ടാകാൻ ചാൻസ് ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. കിട്ടിയ ബോഡി അവന്റെ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് DNA ടെസ്റ്റ് നടത്താൻ അവർ തീരുമാനിച്ചു. ബോഡിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ അത് അവന്റെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്. ഇതുവരെ DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവന് റിലേറ്റീവ്സ് ആരും തന്നെ ഇല്ലാന്നാണ് പോലീസുകാർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അവന്റെ ഫ്ളാറ്റിൽ നിന്നും എന്തെങ്കിലും ഹെയർ സാമ്പിൾസ് കിട്ടുമെന്ന് അവർ നോക്കുന്നു. ഹോസ്പിറ്റലിൽ കിടന്ന അബിയോട് അശ്വിൻ പറയുന്നുണ്ട്, നമ്മളെ കൊല്ലാൻ നോക്കിയത് എന്റെ ഊഹം ശരിയാണെങ്കിൽ കിരൺ തന്നെയായിരിക്കും എന്ന്. എന്നാൽ ഋതു പറയുന്നു, മരിച്ച കിരൺ എങ്ങനെ ജീവനോടെ തിരിച്ചു വരുന്നതെന്ന്. അശ്വിൻ കുറെ നേരം ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്, അവിടെ ഒരാൾ താമസിച്ചിരുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങൾ കിരണിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്തത് അവന്റെ ID കാർഡും അവന്റെ സാധനങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. കിരൺ മരിച്ചു എന്നുള്ളതിന് വേറെ തെളിവുകളൊന്നുമില്ല. അവനവന്റെ ഡെത്ത് ഫേക്ക് ചെയ്യുകയായിരുന്നു ഇത്രയും നാള്. പക്ഷെ അത് എന്തിനാണെന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അഭിരാമി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞെങ്കിലേ പറ്റൂ. താൻ പലതും ഒളിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് അശ്വിൻ പറയുന്നു. ഒടുവിൽ അബി സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ആ ഹാർഡ് ഡിസ്കിനെ പറ്റി തനിക്ക് അറിയാമായിരുന്നു, പക്ഷെ കിരൺ ജീവിച്ചിരിക്കുന്നതിനെ പറ്റി തനിക്ക് അറിയില്ലായിരുന്നുവെന്ന്. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കിരൺ കമ്പനിയിൽ നടക്കുന്ന ഇല്ലീഗൽ കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ ഓൾറെഡി അബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ്കുമാറിന്റെ സിസ്റ്റത്തിലെ ആ ഡേറ്റ എല്ലാം തന്നെ SP-ക്ക് കൊടുക്കുകയാണെങ്കിൽ SP ഇവർക്ക് രണ്ടുപേർക്കും ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലേക്കുള്ള വർക്ക് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ഒരു കണ്ടീഷൻ മേലാണ് ഈ ഡേറ്റ എല്ലാം എടുത്തു കൊടുക്കാമെന്ന് അവൻ സമ്മതിച്ചത്. പക്ഷെ അപ്പോഴും അബിക്ക് പേടിയുണ്ടായിരുന്നു. SP പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഈ നാട്ടിൽ പെട്ടുപോവുകയും രാജ്കുമാറിന്റെ ആൾക്കാർ ഇവരെ കൊല്ലുകയും ചെയ്യും. എന്നാൽ അതിനും കിരണിന്റെ അടുത്ത് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവനൊരു ബാക്കപ്പ് പ്ലാൻ വെച്ചിട്ടുണ്ട്. SP അറുമുഖത്തിന് വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്നും ഡേറ്റ എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ നിന്നും ഒരു $1 മില്യൺ അവൻ അടിച്ചു മാറ്റും. SP പറഞ്ഞ പോലെ അവർക്ക് വർക്ക് വിസ അയാൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് വെച്ചിട്ട് അവർ ഈ നാട് വിടും. ഇതായിരുന്നു അവന്റെ പ്ലാനിങ്. രാജ്കുമാറിന് പല ബിസിനസ്സും ഉണ്ടായിരുന്നു. അതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് കിരണാണ്. അതുകൊണ്ട് അവിടെ കള്ളത്തരങ്ങൾ അവന് കാണിക്കാനും ഈസി ആയിരുന്നു. പക്ഷെ സിസ്റ്റത്തിൽ നിന്നും ഡേറ്റ എടുക്കണമെങ്കിൽ കിരണിനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും സാധിക്കില്ല. അതിന്റെ ആക്സസ് മുഴുവൻ അനന്തുവിന്റെ കയ്യിലായിരുന്നു. അനന്തുവിനെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. അബി വിചാരിച്ചു കഴിഞ്ഞാൽ അനന്തുവിനെ കൊണ്ട് അത് ചെയ്തെടുപ്പിക്കാമെന്ന് കിരണിനറിയാം. അങ്ങനെ അബി അനന്തുവിനോട് പറയുന്നുണ്ട്, ഈ ഡേറ്റ എല്ലാം തന്നെ നീ എനിക്ക് എടുത്തു തരികയാണെങ്കിൽ $1 കോടി അതിന് പകരമായിട്ട് നിനക്ക് നൽകാമെന്ന്. എന്നാൽ അനന്തുവിന് നല്ല പേടിയുണ്ടായിരുന്നത് എടുക്കാൻ. പക്ഷെ ക്യാഷ് കിട്ടുന്നായപ്പോ എങ്ങനെയെങ്കിലും അവനത് എടുത്തു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. കിരൺ ഒറ്റയ്ക്ക് ഡേറ്റാസ് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന അനന്തുവിന്റെ കയ്യിൽ അപ്പൊ തന്നെ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പോവും. അതുകൊണ്ടാണ് അനന്തുവിനെ കൊണ്ട് തന്നെ അത് എടുപ്പിക്കാൻ തീരുമാനിച്ചത്. അനന്തു കിരണിന്റെ സിസ്റ്റം ഉപയോഗിച്ച് തന്നെയാണ് ആ ഡേറ്റാസ് എല്ലാം തന്നെ എടുക്കുന്നത്. ആ ഡേറ്റാസ് എല്ലാം തന്നെ എൻക്രിപ്റ്റഡ് ആയിരുന്നു. അത് ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള ഒരു കീ കൂടി ആവശ്യമുണ്ട്. അതടങ്ങുന്ന പെൻഡ്രൈവ് അനന്തുവിന്റെ കയ്യിലുണ്ട്. അവനത് തന്റെ ലാപ്ടോപ്പിൽ കുത്തി അതെല്ലാം തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് കിരണിനെ കാണിക്കുകയും ചെയ്യുന്നു. എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് കിട്ടിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഗുണമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അനന്തു അതിൽ ഓപ്പൺ ആക്കി കാണിച്ചതുകൊണ്ട് കിരൺ അതെല്ലാം അവന്റെ കയ്യിൽ
നിന്ന് വാങ്ങുന്നു. തന്റെ ക്യാഷ് തരാൻ അനന്ത് പറയുമ്പോൾ അതിനെക്കുറിച്ച് സാവകാശം വേണമെന്നാണ് കിരൺ പറയുന്നത്. അനന്തു അബിയോട് ചോദിക്കുന്നുണ്ട്, നീ ഡേറ്റ് തന്ന ഉടനെ കാശ് തരാമെന്നല്ലേ എന്നോട് പറഞ്ഞതെന്ന്. അബി ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കിരൺ കാശ് കൊടുക്കാമെന്ന് വാക്കു കൊടുത്തിട്ടാണ് അവൾ അനന്തുവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. എന്നാൽ കിരൺ പറയുന്നുണ്ട്, ഞാൻ കാശ് എന്തായാലും തരും, പക്ഷെ കുറച്ച് ദിവസത്തെ ഒരു സാവകാശം മാത്രം എനിക്ക് തന്നാ മതിയെന്ന്. അനന്ത് ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. അതിന്റെ പേരിൽ അബിക്കും കിരണിനും ഇടയിൽ വാക്കുതർക്കം ഉണ്ടായി. എങ്ങനെയെങ്കിലും അവന്റെ നിന്ന് കാശ് വാങ്ങിച്ച് അനന്തുവിനെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് കിരണ് മിസ്സായതും ഈ ആക്സിഡന്റും ഈ മരണവാർത്തയെല്ലാം തന്നെ. കിരണിന്റെ പ്ലാനിനെ പറ്റി തനിക്ക് അറിയാമായിരുന്നു എന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ ഡേറ്റാസ് ഇറങ്ങുന്ന ഹാർഡ് ഡിസ്ക് തന്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കും. പിന്നെ അവര് തന്നെ കൂടുതൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ടാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചതെന്ന് അവൾ ഇവരോട് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് അശ്വിൻ പറയുന്നുണ്ട്, തന്റെ സഹായത്തോടു കൂടി അനന്തുവിനെ ഉപയോഗിച്ച് ആ ഡേറ്റാസ് എല്ലാം എടുത്ത കിരണാകട്ടെ ഓൾറെഡി തന്റെ പേരിലെടുത്ത ലോക്കറിൽ അതെല്ലാം വെച്ചിട്ട് പോകുന്നതായിട്ട് അഭിനയിച്ച് ഈ നാട്ടിൽ നിന്നും മുങ്ങി. എന്നിട്ട് മരണപ്പെട്ടു എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. അവനെ അന്വേഷിച്ച് വരുന്നവരെല്ലാം തന്നെ തന്റെ പിറകെ എന്തായാലും കൂടും. അവൻ സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതായിരുന്നു അവന്റെ പ്ലാൻ. കിരൺ ഇത്രയും നാളും അബിയെ പറ്റിക്കുകയായിരുന്നു എന്ന് അശ്വിൻ പറയുന്നു. കിരൺ എസ് പിക്ക് ഡേറ്റ് എടുത്ത് കൊടുക്കാമെന്ന് എസ് പിയോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എസ് പി ഇതുപോലെ പുറത്തു പോകാൻ വേണ്ടിട്ട് വിസയൊക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന് അവനോട് പറഞ്ഞതായിട്ട് അവൻ പറഞ്ഞുള്ള അറിവല്ലേ നിനക്കുള്ളൂ. എസ് പി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡീലൊന്നും ഉണ്ടായിരിക്കില്ല. അതല്ല, അവൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാതെ പറഞ്ഞതായിരിക്കും, നിന്നെ കൊണ്ട് ആ ഡേറ്റ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പോലീസുകാരനെ രാജ്കുമാറിനെ എല്ലാം പറ്റിച്ച് കിരൺ ഈ രാജ്യം വിട്ട് ഒറ്റയ്ക്ക് കടന്നു കളയുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും അശ്വിനും ഋതുവും പറയുന്നു. അബിയും പറയുന്നുണ്ട്, അവൻ എപ്പോഴും സംസാരിക്കുന്ന അവന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. ആളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, പക്ഷെ ഉറപ്പായും ആ ഫ്രണ്ടിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും അവൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവൻ ഉടനെ തന്നെ രാജ്യം വിട്ട് പോവുകയും ചെയ്യും. തൽക്കാലം അവർക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും ജീവനോടിരിക്കുന്ന കിരണിനെ കണ്ടെത്തണം. അവന്റെ കയ്യിൽ നിന്ന് ആ ഹാർഡ് ഡിസ്ക് കിട്ടിയെങ്കിൽ മാത്രമേ അബി സേഫ് ആകൂ. അല്ലെങ്കിൽ ഈ ആൾക്കാരെല്ലാം അബിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കുന്നത് അപകടമായതുകൊണ്ട് അശ്വിന്റെ പരിചയത്തില് കോയമ്പത്തൂരുള്ള റിനോവേഷൻ നടക്കുന്ന അവന്റെ ഒരു ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടിയിലേക്ക് ഇവർ പോകാൻ തീരുമാനിച്ചു. അതേ ടൈമിൽ തന്നെ നമ്മളെ കിരണിനെയും കാണിക്കുന്നുണ്ട്. കിരൺ അവന്റെ പ്രകാശ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രകാശ് ഒരു ബിസിനസ്മാൻ ആണ്. പ്രകാശിനും കൂടി വേണ്ടിയിട്ടായിരുന്നു അവൻ ആ ഡേറ്റ എല്ലാം തന്നെ എടുത്തത്. കാരണം ആ ഡേറ്റ എല്ലാം എസ് പി വഴി പുറത്തു വരികയാണെങ്കിൽ രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്യും. ആ സ്ഥാനത്തേക്ക് പ്രകാശിന് വരാം. അയാളുടെ ബിസിനസ് എല്ലാം ഇവന് കിട്ടുകയും ചെയ്യും. അതേ ടൈമിൽ തന്നെ അശ്വിനും കൂട്ടരും സേഫ് ആയിട്ട് മറ്റൊരിടത്തേക്ക് പോവുകയാണെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഋതു മാത്രം റിയാസിനെ കാണാൻ പോകുന്നു. റിയാസ് കറക്റ്റ് ആയിട്ട് അബി എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അവളെ ഭീഷണിപ്പെടുത്താൻ വന്നുകൊണ്ടിരുന്നത് ഋതുവിന്റെ സഹായത്തോടു കൂടിയായിരുന്നു. കാരണം ഋതുവിനെ അയാൾ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അബിയും അശ്വിനും എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഋതു അപ്പം റിയാസിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതുവരെയും ആ ഒരു ഡിസ്ക് അബിയുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്ന് ഋതു പറയുന്നുണ്ട്. പിന്നീട് അബിയുടെ അശ്വിന്റെയും കൂടെ ഋതു ആകട്ടെ അശ്വിൻ പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നു. അവിടെ റിനോവേഷൻ നടക്കുകയായിരുന്നു. അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കിരണിനെയും കണ്ടെത്തി ആ ഹാർഡ് ഡിസ്കും കണ്ടെത്തി ആ രാജ്കുമാറിന് തന്നെ തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നം ഒഴിവാക്കാനായിരുന്നു ഇവരുടെ പ്ലാനിങ്. പ്രകാശും കിരണും ഇവിടെ സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കിരണിന് നാടുവിടാനുള്ള ഏർപ്പാടെല്ലാം തന്നെ പ്രകാശ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അഭിരാമി നീ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവൾക്കുള്ള പണിയും കൂടി ഞാൻ കൊടുത്തിട്ടേ പോകുമെന്നാണ് കിരൺ പറയുന്നത്. ആ സമയം ഹാർഡ് ഡ്രൈവിലെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഓപ്പൺ ആക്കി നോക്കാൻ ഇവരൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഈ ഡേറ്റ എല്ലാം തന്നെ എൻക്രിപ്റ്റഡ് ആണെന്ന്, ഇത് ഡീക്രിപ്റ്റ് ആയിട്ടില്ല. എന്നാൽ അനന്തു തന്നെ ലാപ്ടോപ്പിൽ കുത്തി അതെല്ലാം കാണിച്ചതാണല്ലോ എന്ന് കിരൺ പറയുമ്പോൾ പ്രകാശ് പറയുന്നു, അത് അവന്റെ ലാപ്ടോപ്പിലല്ലേ, നിന്റെ ലാപ്ടോപ്പിൽ അവൻ ഓപ്പൺ ആക്കി കാണിച്ചു എന്ന്. അതോടെയാണ് കിരണിന് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. അനന്തുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ ക്യാഷ് അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ആ ഒരു ഡേറ്റാസ് എല്ലാം ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാനുള്ള കീയും അനന്തുവിന് തിരിച്ചു കൊടുത്തില്ല. അതെല്ലാം തന്നെ അനന്തു ഒരു പെൻഡ്രൈവിലാക്കി വെച്ചിരുന്നതാണ്. ആ കീ കിട്ടാതെ എന്തായാലും ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അനന്തുവിന്റെ ലാപ്ടോപ്പിൽ മാത്രമായിരുന്നു അത് ഓപ്പൺ ആക്കി കാണിച്ചത്. അത് വെച്ചിട്ട് എല്ലാ ലാപ്ടോപ്പിലും അത് ഓപ്പൺ ആകുമെന്ന് കിരൺ വിശ്വസിക്കുകയും ചെയ്തു. പ്രകാശ് അവനെ വഴക്ക് പറയുന്നു. ആ കാശ് കൊടുത്തിരുന്നെങ്കിൽ അവൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് തന്നേനെ, നീ അവന് പറഞ്ഞ കാശ് എന്തുകൊണ്ടാ കൊടുക്കാഞ്ഞെന്ന് ചോദിക്കുന്നു. കിരണിന് കാശിനോട് ആർത്തിയായിരുന്നു. 1 കോടി രൂപയൊന്നും അനന്തുവിന് ഈ ഒരു ചെറിയ ജോലിക്ക് കൊടുക്കണ്ടെന്ന് അവന് തോന്നി. അതുകൊണ്ട് അവനെ പറ്റിക്കാൻ ശ്രമിച്ച് ഇപ്പൊ ഇവന് തന്നെ പണി കിട്ടി. അനന്തുവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഡേറ്റ തുറക്കാനുള്ള കീ കിട്ടൂ. അതുകൊണ്ട് ഇവരുടെ കുറെ ആൾക്കാർ അനന്തുവിനെ തേടി പോകുന്നു. അനന്തുവിന്റെ കൂട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി അനന്തു ആകട്ടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. പ്രകാശ് തന്റെ ഫോണിൽ നിന്ന് അനന്തുവിനെ വിളിച്ചിട്ട്, അഭിരാമി പറഞ്ഞിട്ടാ താൻ വിളിക്കുന്നത്, നിനക്ക് തരാമെന്ന് പറഞ്ഞ ആ 1 കോടി രൂപ ഞാൻ തരാൻ തയ്യാറാ, ആ കീ എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതെന്തോ പണിയാണെന്ന് അനന്തുവിന് മനസ്സിലായി. അത് കാരണം അവൻ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തു. ഇവിടെ അശ്വിനാകട്ടെ അഭിരാമിയോട് പറയുന്നുണ്ട്, അനന്തുവിനെ നമ്മൾ കണ്ടുപിടിച്ചാൽ ചിലപ്പോ ആ ഹാർഡ് ഡിസ്ക് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന്. കാരണം ഇതിനു മുമ്പ് ഞാൻ ഇതുപോലൊരു സീക്രട്ട് ആയിട്ട് കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ കുറച്ച് സീക്രട്ട് ഡീറ്റെയിൽസ് അടങ്ങിയ പെൻഡ്രൈവ് ഞാൻ എന്റെ ലാപ്പിൽ കുത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ആ കമ്പനിയുടെ ആൾക്കാർ എന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വരികയും അത് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. തന്റെ ലാപ്ടോപ്പ് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരുന്നതുകൊണ്ട് എങ്ങനെ അവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വന്നതാണ്. ചിലപ്പോൾ അതുപോലെ ഈ ഹാർഡ് ഡിസ്കും കിരൺ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോകാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകും. അത് അനന്തുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അനന്തുവിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹെൽപ്പോട് കൂടി ചിലപ്പോൾ കിരണിലേക്ക് എത്താമെന്ന് ഇവർക്ക് തോന്നി. ഇവിടെ റിയാസ് ആകട്ടെ ഋതു വഴി അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ രാജ്കുമാറിനോടും പറയുന്നു. കിരൺ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. കിരൺ മിസ്സായതിന്റെ അന്നു മുതൽ രാജ്കുമാറിന്റെ ബിസിനസ് എതിരാളി പ്രകാശിനെയും കാണുന്നില്ല.
കാണുന്നില്ല. ഇവർ രണ്ടുപേരും വേറെ എവിടെയോ കൂടുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള ഡൗട്ട് ഇവർക്കുണ്ടായിരുന്നു. രണ്ടു കൂടി ചേർന്ന് പ്രകാശാണ് നമ്മളെ തകർക്കാൻ നോക്കുന്നതെങ്കിൽ അവനെ എത്രയും പെടുന്ന കൊല്ലണമെന്ന് റിയാസിനോട് ഇയാൾ പറയുന്നു. ഇവിടെ അശ്വനും ഗ്യാങ്ങും അനന്തുവിനെ തേടി ഇറങ്ങുന്ന സമയത്ത് SP-യുടെ ആൾക്കാര് അവരെ കൈയോടെ പൊക്കുന്നു. കുറച്ചു ദിവസമായിട്ട് ഇവർ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് തങ്ങളുടേതായ അന്വേഷണം കൊണ്ട് പോവുകയായിരുന്നില്ലേ. SP അതിന്റെ പേരിൽ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പോലീസിനേക്കാൾ നിങ്ങൾക്ക് വിശ്വാസം അശ്വിനെയാണോ എന്നാണ് അഭിരാമിയോട് ചോദിക്കുന്നത്. എന്നാൽ അഭിരാമി പറയുന്നുണ്ട് തന്റെ പിറകെ ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അശ്വനിൽ കുറച്ച് വിശ്വാസം തോന്നിയത് കൊണ്ടാണ് എനിക്ക് അവന്റെ ഹെൽപ്പ് ചോദിക്കേണ്ടി വന്നത്. പിന്നെ അതിന് പകരമായിട്ട് ആ ഡേറ്റ് കിട്ടുവാണെങ്കിൽ അവനത് കൊടുക്കാമെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടൊരു സഹായത്തിന് പകരമായിട്ട് അവനെ ഞാൻ സഹായിക്കുന്നു, അത്രയുള്ളൂ. എന്നാൽ SP ആകട്ടെ അഭിരാമിയോട് ചോദിക്കുന്നുണ്ട് അശ്വൻ മിസ്സാകുന്നതിന്റെ അന്ന് രാത്രി നീ എവിടെയായിരുന്നു എന്ന്. പകൽ അവൾ ഓഫീസിലായിരുന്നു, വൈകുന്നേരം ഋതുവിന്റെ ഫ്ളാറ്റിലേക്ക് പോയെന്നാണ് പറയുന്നത്. അല്ലേന്ന് ഋതുവിനോട് ചോദിക്കുമ്പോ ഋതു ഒന്ന് സംശയത്തോടു കൂടി ആണെന്ന് പറയുന്നു. എന്നാൽ SP പറയുന്നുണ്ട് അത് കള്ളമാണെന്ന്. അന്ന് രാത്രി അഭിരാമിയുടെ കാറ് ആ ട്രെയിൻ അപകടം നടന്ന ഏരിയയിലേക്ക് പോയിട്ടുണ്ട്. അത് രാവിലെ 3 മണിക്കാണ് ആ കാർ തിരിച്ചു വന്നിരിക്കുന്നത്. തന്റെ കള്ളം വെളിച്ചത്തായി എന്ന് മനസ്സിലായതോടുകൂടി അഭിരാമി സത്യങ്ങൾ തുറന്നു പറയുന്നു. ഡേറ്റ എല്ലാം കിരൺ സ്വന്തമാക്കിയ ശേഷം കിരണിന്റെ സ്വഭാവത്തിലെ എന്തൊക്കെയോ മാറ്റങ്ങൾ അഭിരാമിക്ക് തോന്നിയിരുന്നു. കാരണം അനന്തുവിന് പറഞ്ഞ തുകയും അവൻ കൊടുത്തിട്ടില്ല. ഒരു ദിവസം ഇവന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അത് ഓപ്പൺ ചെയ്ത് അതിലെ വാട്സ്ആപ്പ് ചാറ്റ് നോക്കിയപ്പോൾ PK എന്ന് പറയുന്ന ഒരാൾക്ക് അവൻ എന്തൊക്കെയോ മെസ്സേജ് അയച്ചിരിക്കുന്നത് അവൾ കാണുന്നു. അഭിരാമിയെ പറ്റിയും അതിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവളെ കൊല്ലുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് അവളൊന്ന് പേടിച്ചാണ് ഇരുന്നത്. അന്ന് ആ ട്രെയിൻ അപകടം നടന്ന രാത്രിയാകട്ടെ അവൻ അവളോട് പറയുന്നുണ്ട് SP സാറ് നമ്മളെ കാണാൻ വിളിച്ചു, അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്ന് പോകണമെന്ന്. എന്നിട്ട് അവളെയും കൂട്ടി കാറിൽ നേരെ പോകുന്നത് ആ ട്രെയിൻ അപകടം നടന്ന ഏരിയയുടെ താഴെയുള്ളൊരു ഭാഗത്തേക്കാണ്. ട്രെയിൻ അപകടം നടന്നുകൊണ്ട് SP ഈ ഏരിയയിലുണ്ട്, അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്നാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ഇവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാർ ഒഴിഞ്ഞൊരു ഏരിയയിൽ കൊണ്ടിട്ട ശേഷം SP വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവൾ ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ടായിരുന്നു അവൻ ഡിക്കിയിൽ നിന്ന് ഒരു കയറ് കയ്യിലെടുക്കുന്നത്. ഇവളെ കൊല്ലാനാണ് അവന്റെ തീരുമാനം എന്ന് മനസ്സിലായതോടുകൂടി അവൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടി. അവൻ പിറകെയും. അങ്ങനെ സ്വയം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തടിക്കഷ്ണം എടുത്തിട്ട് ഇവൾ ഇവന്റെ തലക്കടിച്ചു. പക്ഷെ ആ അടിയിൽ അവന്റെ ബോധം പോയി. എത്ര വിളിച്ചിട്ട് അവൻ ഉണർന്നുണ്ടായിരുന്നില്ല. അവള് പൾസ് നോക്കിയപ്പോ അവന് പൾസുമില്ല. അവൻ മരിച്ചു എന്ന് മനസ്സിലാക്കി അവളാകട്ടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ വലിച്ചിഴിച്ചുകൊണ്ടുവന്ന് ആ വെള്ളത്തിലേക്ക് ഇടുന്നു. കാരണം ഓൾറെഡി ട്രെയിൻ അപകടം നടന്നിട്ട് ഒരുപാട് ആൾക്കാര് ആ വെള്ളത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ബോഡി അവിടെ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിലുണ്ടായിരുന്ന ആളാണെന്ന് കരുതി പോലീസുകാർ കണ്ടെടുത്തോളൂ എന്ന് അവള് വിചാരിച്ചു. ഇത്രയും കാര്യങ്ങൾ ഇവൾ മറച്ചു വെച്ചിരിക്കുന്ന അറിഞ്ഞിട്ട് അശ്വിനും ഋതുവും ഞെട്ടിപ്പോയി. പക്ഷെ SP പറയുന്നുണ്ട് താൻ പേടിക്കേണ്ട കാര്യമില്ല, താനിപ്പോൾ കൊലപാതകയൊന്നുമല്ല, അവൻ എന്തായാലും ജീവനോടെ ഉണ്ട്. കാരണം അവന്റെ ഫ്ളാറ്റിൽ നിന്ന് കിട്ടിയ മുടിയുടെ സാമ്പിൾ വെച്ചിട്ട് DNA മാച്ച് ചെയ്ത് നോക്കിയപ്പോ കണ്ടെടുത്ത ആ ബോഡി അവന്റെ അല്ലാന്ന് മനസ്സിലായി. ഇവൾ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതോടുകൂടി പോലീസുകാരൻ ഋതുവിന്റെ കള്ളത്തരവും പൊളിക്കുന്നു. ഋതുവും റിയാസും തമ്മിൽ ഫോണിൽ സംസാരിച്ച റെക്കോർഡിംഗ്സ് എല്ലാം തന്നെ ഇയാൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഋതുവിന്റെ വീട്ടുകാരെ കൊല്ലുമെന്നും അനിയത്തെ ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് റിയാസിനെ അവള് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോ അറിയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും അവള് മാക്സിമം അബിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കിരൺ അവളെ ചതിക്കുകയായിരുന്നു എന്നും അബിക്ക് ആ ഡ്രൈവിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല എന്നൊക്കെയാണ് ഋതു അയാളോട് ഫോണിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇവർ രണ്ടുപേരുടെ രഹസ്യങ്ങളൊക്കെ കേട്ടതോടെ അശ്വൻ ആകെ വല്ലാതെയായി. ഞാൻ ആരെയെ വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. എന്നാൽ സാഹചര്യം കൊണ്ട് ഞങ്ങൾ പലതും മറച്ചു വെച്ചതാണെന്ന് ഇവർ പറയുന്നു. ഋതു ആകട്ടെ അബിയോട് സോറി പറയുന്നുണ്ട്. അതൊന്നും സാരമില്ലെന്ന് അബിയും പറയുന്നു. കാരണം അവളുടെ കുടുംബത്തിനെ സേഫ് ആക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്വമാണല്ലോ. ഇവർ രണ്ടുപേരും ഇത്രയൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചെങ്കിലും അതൊക്കെ മറന്നിട്ട് അശ്വിൻ വീണ്ടും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. SP-യെ കാണാൻ ഋതുവും കൂട്ടരും പോയെന്ന് മനസ്സിലാക്കി റിയാസ് ഋതുവിനെ വിളിക്കുമ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണ് ഇത്തവണ അവള് സംസാരിക്കുന്നത്. മരിച്ചത് കിരണല്ലാന്ന് തെളിഞ്ഞിട്ടുണ്ട്. അഭിരാമിക്ക് അവനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. അവളും അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇവര് പറയുന്നു. എന്തെങ്കിലും പുതിയ ഡീറ്റെയിൽസ് കിട്ടുമെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. അതിനിടയ്ക്ക് അബിയുടെ ഫോണിലേക്ക് 100 രൂപ വെച്ചിട്ട് ആരോ GPayൽ അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവളത് ചെക്ക് ചെയ്യുമ്പോൾ അനന്തുവാണ്. ഓരോ തവണ ക്യാഷ് അയക്കുന്നതിന്റെ കൂടെ അവൻ മെസ്സേജും അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജസ്. അവൾ അതിന് റിപ്ലൈയും കൊടുക്കുന്നു. അങ്ങനെ അനന്തു ഇവരും ഒരു പെട്രോൾ പമ്പിന്റെ അടുത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അനന്തുവിനെ തേടി പ്രകാശിന്റെ ആൾക്കാർ നടപ്പുണ്ട്. പ്രകാശ് എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രകാശിന്റെ ആൾക്കാരെ ഫോളോ ചെയ്ത് റിയാസ് നടക്കുന്നുണ്ട്. അനന്തു ആകട്ടെ ഇവിടെ അഭിരാമിയോട് പറയുന്നുണ്ട് എന്നെ ഫോളോ ചെയ്ത് നടക്കുന്നത് രാജ്കുമാറിന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നുവെന്ന്. ഞാൻ ആ ഡേറ്റ് എടുത്തെന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടെന്ന്. എന്നാൽ അവര് പറയുന്നു ഒരു കാരണവശാലും അങ്ങനെയല്ലാന്ന്. കാരണം കിരൺ മരിച്ചിട്ടില്ല. നീ ആ ഡേറ്റ് അവിടെ നിന്ന് എടുത്തെന്നുള്ള കാര്യം അവർക്ക് അറിയത്തുമില്ല. അങ്ങനെയാണെങ്കിൽ കിരൺ തന്നെയായിരിക്കും തന്നെ ഫോളോ ചെയ്യുന്നതെന്ന് അനന്തുവിന് തോന്നി. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് കിരൺ കാശ് തരാത്ത കാരണം ആ ഡേറ്റയെല്ലാം ഓപ്പൺ ചെയ്യാനുള്ള കീ ഞാൻ അവന് കൊടുത്തില്ലായിരുന്നു എന്ന്. അത് ഈ പെൻഡ്രൈവിലാ ഉള്ളതെന്നും അവൻ അതിനു വേണ്ടിയിട്ടായിരിക്കും എന്നെ പിടിക്കാൻ ശ്രമിക്കുന്നത്. അബിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരാൾ വിളിച്ച കാര്യം അനന്ത് പറയുന്നുണ്ട്. ആ നമ്പർ ഇവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അഭിരാമിക്ക് മനസ്സിലാകുന്നുണ്ട് അന്ന് കിരണിന്റെ ഫുൾ ഇവൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ചാറ്റ് ചെയ്തിരുന്ന അതേ ഫ്രണ്ടിന്റെ നമ്പർ എന്നായതെന്ന്. പ്രശ്നം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നീ ഞങ്ങളുടെ കൂടെ ചേർന്നു എന്ന് അശ്വൻ പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട് തനിക്ക് ആരെയും വിശ്വാസമില്ല, താൻ പോവുകയാണെന്ന്. അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ പിറകെ ഉണ്ടായിരുന്ന പ്രകാശിന്റെ ആൾക്കാര് അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവൻ അവിടെ നിന്നും അടുത്തുള്ള കാട്ടിലേക്ക് ഓടിക്കയറി. അത് കണ്ടുകൊണ്ടായിരുന്നു റിയാസ് അവിടേക്ക് വന്നത്. അബി അശ്വിനും ആകട്ടെ അവനെ രക്ഷിക്കാൻ അവന്റെ പിറകെ ഓടുകയാണ്.
തുടരുകയാണ്. ആ ഒരു ഫൈറ്റിനിടെ പ്രകാശിന്റെ ആൾക്കാര് അശ്വിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ വെടി ഏൽക്കുന്നതാകട്ടെ ആനന്ദുവിനും ജീവനോടെ കിട്ടിയില്ലെങ്കിൽ ആ കീ അവർക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി. പക്ഷെ അപ്പോഴേക്കും ഋതു വണ്ടിയും കൊണ്ട് വന്നിട്ട് ഇവരെ എല്ലാവരെയും അതിൽ കയറ്റി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. SP-യും വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇപ്പൊ അനന്ത് ജീവനോടെ ഇരിക്കേണ്ട ആവശ്യം പ്രകാശിനും കിരണിനും ഉണ്ട്, അതുപോലെ തന്നെ SP-ക്കും ഉണ്ട്. ഇവിടെ റിയാസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അനന്തുവിനെ എന്തിനാണ് പ്രകാശിന്റെ ആൾക്കാർ ഫോളോ ചെയ്യുന്നതെന്ന്. അവൻ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ റിയാസിനോ രാജ്കുമാറിനോ അറിയില്ലായിരുന്നു. അതറിയാൻ വേണ്ടിയിട്ട് ഇവരാകട്ടെ ഋതുവിനെ കോൾ ചെയ്യുന്നു. പക്ഷെ SP പറഞ്ഞ പ്രകാരം ഋതു കള്ളം പറയുകയാണ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ലൊക്കേഷൻ എങ്ങനെയെങ്കിലും ട്രാക്ക് ചെയ്യാൻ അനന്തുവിന്റെ ഹെൽപ്പ് ഇവർ തേടിക്കൊണ്ടിരുന്ന സമയത്താണ് അവർക്ക് നേരെ അറ്റാക്ക് വന്നതെന്നാണ് ഇവർ പറയുന്നത്. അവനെ എന്തിനാ അറ്റാക്ക് ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ ഡേറ്റ എടുത്തുകൊണ്ട് പോയ ആൾക്കാര് അതിന്റെ ഡിക്രിപ്ഷൻ കീക്ക് വേണ്ടിയിട്ട് അവനെ കോണ്ടാക്ട് ചെയ്തിരുന്നുവെന്നും 1 കോടി രൂപ ഓഫർ ചെയ്തിരുന്നുവെന്നുമാണ് ഇവർ പറയുന്നത്. അവനതിന് സമ്മതിക്കാത്ത കാരണമായിരിക്കാം അവനെ അറ്റാക്ക് ചെയ്തത്. എന്താണെങ്കിലും വേറെന്തെങ്കിലും ന്യൂസ് കിട്ടുവാണെങ്കിൽ തങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു. ഇവിടെ രാജ്കുമാറിന് ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു പ്രകാശിന് വേണ്ടിയിട്ട് കിരൺ ആ ഡേറ്റ എടുത്തതാണെന്ന്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് രണ്ടുപേരെയും കൊല്ലാനായിരുന്നു ഇവർ പ്ലാൻ ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ അഭിരാമിയാകട്ടെ അശ്വിനോടും കൂട്ടരോടും പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് കയറ്റുന്നതിന് മുമ്പ് അനന്ത് തന്റെ കയ്യിൽ ആ ഡിക്രിപ്ഷൻ കീ തന്നുവെന്ന്. ഈ കീ ഇവരുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇത് വെച്ചിട്ട് കിരണിനെ പിടിക്കാമെന്നായിരുന്നു പ്ലാനിങ്. അനന്ത് കൊടുത്ത നമ്പർ പ്രകാരം അത് കിരണിന്റെ കൂട്ടുകാരന്റെ നമ്പർ ആകാനാണ് ചാൻസ്. അതുകൊണ്ട് ആ നമ്പറിലേക്ക് ഇവർ ഈ കീയുടെ ഫോട്ടോ വെച്ചിട്ട് കീ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നു. അത് കണ്ട് പ്രകാശ് ആകെ ഷോക്കായി. ആ നമ്പർ കണ്ടിട്ട് കിരൺ പറയുന്നുണ്ട് ഇത് അഭിരാമിയുടെ നമ്പറാണെന്ന്. ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അഭിരാമി അവനോട് സംസാരിക്കുന്നു. കിരൺ ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് അറിയാമെന്നും ഈ കീ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഹാർഡ് ഡിസ്കുമായിട്ട് നിങ്ങൾ വരണമെന്നും ആ ഹാർഡ് ഡിസ്കിന്റെ ഒരു കോപ്പി എനിക്ക് വേണമെന്നും അവൾ പറയുന്നു. ഹാർഡ് ഡിസ്കിന്റെ കോപ്പി നിനക്ക് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ രാജ്കുമാറിന് ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ അയാളുടെ ആൾക്കാർ എന്നെ കൊല്ലുമെന്ന് അവൾ പറയുന്നു. അതിന് പ്രകാശ് ഓക്കെ പറയുന്നു. എന്നാൽ അഭിരാമി പറയുന്നുണ്ട് ഹാർഡ് ഡിസ്ക് മാത്രം പോരാ, അനന്തവിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന 1 കോടി രൂപയും കിരണിനെയും എനിക്ക് വേണമെന്ന്. ഒടുവിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവർ മീറ്റ് ചെയ്യാന്ന് സമ്മതിച്ചു. പക്ഷെ ഇവർ പരസ്പരം കാണുന്നതിന് മുമ്പ് ഇവർ ഒരു പ്ലാനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഋതു വഴി ഇവർ കാണാൻ പോകുന്ന വിവരം രാജ്കുമാറിന്റെ ആളായ റിയാസിനെ അറിയിച്ചു. കിരണും പ്രകാശ് ഇവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം SP-യെ അറിയിച്ചു. അങ്ങനെ ആ ഏരിയയിൽ പോലീസുകാരും ഉണ്ടായിരുന്നു. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രകാശ് തന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. പ്രകാശിനെ പിടിക്കാൻ റിയാസും വന്നിട്ടുണ്ടായിരുന്നു. പ്രകാശ് അബിയോട് സംസാരിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ കീ വാങ്ങി ആ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. എല്ലാം ഓക്കെ ആണെന്ന് കണ്ടപ്പോ അവൻ ആ സാധനങ്ങളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഹാർഡ് ഡിസ്കിന്റെ ഒരു കോപ്പിയും പറഞ്ഞ തുകയുമായിട്ട് കിരൺ അവളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നു. ബാഗ് അവളുടെ കൊടുത്തു കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് അവളെ അവിടെ വെച്ച് തന്നെ കൊല്ലാനായിരുന്നു കിരണിന്റെ പ്ലാൻ. എന്നാൽ അവൻ തോക്കെടുക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് പോയ പ്രകാശിനെ രാജ്കുമാറിന്റെ ആൾക്കാർ ഷൂട്ട് ചെയ്തിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോയി. അതേ ടൈമിൽ അവിടെ ഒളിച്ചിരുന്ന പ്രകാശിന്റെ ആൾക്കാരും അബിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്ന പോലീസുകാര് അവരെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രകാശിന്റെ ആൾക്കാരും പോലീസുകാരും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ആ തക്കം നോക്കി അബി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ആ ഒരു ചേരിയിൽ കൂടി അവൾ ഓടി ഓടി വഴിതെറ്റി പോയിട്ടുണ്ടായിരുന്നു. അവളുടെ പിറകെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അശ്വിനും പോയി. എന്നാൽ അവനും വഴിതെറ്റി. രണ്ടുപേര് രണ്ടിടത്താണ്. പ്രകാശിനെ കൊന്നിട്ട് അവന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് പോയ ആ ഹാർഡ് ഡിസ്ക് ആകട്ടെ രാജ്കുമാറിന്റെ ആള് റിയാസിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുൻപ് തന്നെ പോലീസുകാർ അയാളെ പിടിക്കുകയും ആ ഹാർഡ് ഡിസ്ക് കൈക്കലാക്കുകയും ചെയ്തു. അശ്വിൻ അബിയെ കോൾ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് ലൊക്കേഷൻ അയച്ചു തരാൻ. തനിക്ക് വഴി തെറ്റിയെന്നും താൻ ലൊക്കേഷൻ ഇപ്പൊ അയക്കാന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പക്ഷെ കറക്റ്റ് ആ സമയത്ത് പോലീസുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട കിരൺ ആകട്ടെ ഓടി ഓടി അവളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അവള് തിരിച്ചും ഫൈറ്റ് ചെയ്യുന്നു. നീ ഇങ്ങനെ രക്ഷപ്പെട്ടേന്ന് അവള് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് നീ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടെങ്കിലും എന്റെ ബോധം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. വഞ്ചിയിൽ വന്ന ഒരാൾ എന്നെ രക്ഷിച്ചു. ആ ഒരു അവസരം ഞാൻ മുതലെടുത്തിട്ട് അയാളെ കൊന്ന് എന്റെ സാധനങ്ങളെല്ലാം അയാളുടെ ബോഡിയിൽ വെച്ചു. ട്രെയിൻ അപകടത്തിൽ ഞാനും മരിച്ചു എന്ന് അങ്ങനെ ആൾക്കാരെ വിശ്വസിപ്പിച്ചു. അതും പറഞ്ഞുകൊണ്ട് അവനാകട്ടെ അവളെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോഴേക്കും റിയാസ് അവന്റെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലുന്നു. എന്നിട്ട് അയാൾ അടുത്തതായിട്ട് അബിയെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അശ്വിൻ വന്നിട്ട് അവളെ രക്ഷിച്ചു. പോലീസുകാരും കൂടി അവിടേക്ക് വന്നതോടുകൂടി അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി SP-യുടെ അടുത്തേക്ക് കൊണ്ടുപോയി. SP-ക്കും കൂട്ടർക്കും കിട്ടാനുള്ള ആ ഡേറ്റാസ് അടങ്ങുന്ന ഡ്രൈവ് അവരുടെ കയ്യിൽ തന്നെ കിട്ടി. കിരണും മരിച്ചു, പ്രകാശും മരിച്ചു. രാജ്കുമാർ ഒളിവിൽ പോയി. അയാളെ നമ്മൾ കൈയോടെ പിടിക്കുമെന്ന് SP പറയുന്നു. പിന്നെ ഡ്രൈവിലുണ്ടായിരുന്ന കാര്യങ്ങളുടെ ഒരു കോപ്പി അശ്വിന് കൊടുക്കാമെന്ന് SP പറയുന്നു. തന്റെ സ്റ്റോറിക്ക് അത് നല്ലപോലെ പ്രയോജനപ്പെടുമല്ലോ. പക്ഷെ കുറച്ച് ഡീറ്റെയിൽസും കൂടി അതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് SP പറയുന്നത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ചെറിയൊരു കഥ പറയുന്നു. ശരിക്കും അഭിരാമിയുടെ യഥാർത്ഥ പേര് അഞ്ജലി എന്നായിരുന്നു. അവൾ ഇവിടേക്ക് വന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൾ അമ്മയോടും അച്ഛനോടും ചേച്ചിയോടും ഒപ്പം ഖത്തറിലായിരുന്നു. അവിടെ സൈറ്റിലുണ്ടായ ഒരു അപകടത്തില് അവളുടെ അച്ഛൻ മരിച്ചുപോയി. അവളുടെ അമ്മ അവിടുത്തെ നഴ്സായിരുന്നു. പിന്നീട് അമ്മയും 2 മക്കളും മാത്രമായി. അങ്ങനെയിരിക്കെ 15 വയസ്സുള്ള അവളുടെ ചേച്ചി പൂർണിമയെ 2 പയ്യന്മാർ ചേർന്നിട്ട് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു. കുട്ടിയായിരുന്ന ഇവൾക്ക് ഇതെല്ലാം കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. ആ നാട്ടില് റേപ്പിനുള്ള ശിക്ഷ വധശിക്ഷയായത് കാരണം ഇത് മനസ്സിലാക്കിയ പയ്യന്മാരുടെ വീട്ടുകാരാകട്ടെ ആരും അറിയാതെ ആ പയ്യന്മാരെയും കൊണ്ട് നാട്ടിലേക്ക് കടന്നു. ഐഡന്റിറ്റി എല്ലാം മാറ്റി അവർ നാട്ടിൽ താമസമായി. പക്ഷെ റേപ്പിന് ശേഷം ഇവളുടെ ചേച്ചി സംസാരിച്ചിട്ടില്ല. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുകയും
മരിക്കുകയും ചെയ്തു. അതോടുകൂടി അവളും അമ്മയും ആകെ തകർന്നു. അമ്മയും കൊണ്ട് നാട്ടിലേക്ക് അവൾ തിരിച്ചു വന്നു. ജീവിതത്തിലുണ്ടായ ഈ ദുരന്തങ്ങളെല്ലാം കാരണം അവളുടെ അമ്മ പെട്ടെന്ന് രോഗിയായി മാറി. ബന്ധുക്കാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് അവൾ നഴ്സിംഗ് പഠിച്ചത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. തന്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണം തന്റെ ചേച്ചിയെ നശിപ്പിച്ച ആ 2 പയ്യന്മാരാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി മാറ്റി ജീവിച്ചുകൊണ്ടിരുന്ന അമലിനെ അവൾ കണ്ടെത്താൻ ശ്രമിച്ചു. ആ അമല് തന്നെയാണ് ഇവിടെ കിരൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതെന്ന് അവൾ മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ നഴ്സിംഗ് ജോലി വിട്ടിട്ട് അവൾ അക്കൗണ്ട്സ് പഠിക്കുകയും ഇവന്റെ ഇതേ കമ്പനിയിൽ ജോലിക്ക് കയറുകയും ചെയ്യുന്നു. അമലിന്റെ കൂടെ അന്നുണ്ടായിരുന്ന ആ 2ാമത്തെ പയ്യൻ ആരാണെന്ന് കണ്ടെത്താൻ അവൾ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് ഇവന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള പ്രകാശിന്റെ നമ്പർ അവൾ കാണുകയും അത് പീക്ക് എന്നുള്ള രീതിയിൽ അവൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തത്. അവരുടെ ചാറ്റ്സിൽ നിന്നും ഇവർ രണ്ടുപേരും ഖത്തറിലുണ്ടായിരുന്നതാണെന്ന് അവൾ മനസ്സിലാക്കി. അപ്പൊ ഉറപ്പായിട്ടും എന്തായാലും ഖത്തറിൽ വെച്ചിട്ട് തന്റെ ചേച്ചി റേപ്പ് ചെയ്ത 2ാമത്തെ പയ്യൻ ഇവനാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇവരുടെ ചാറ്റ്സ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് കിരണിന്റെ ഫോണിൽ അവൻ അറിയാത്തൊരു ആപ്ലിക്കേഷൻ അവൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് മനസ്സിലായി ട്രെയിൻ ആക്സിഡന്റ് നടന്ന ആ രാത്രിയിൽ തന്നെ കൊല്ലാൻ ഇവർ പ്ലാൻ ഇടുകയാണെന്ന്. അന്ന് വൈകിട്ട് വീട്ടിൽ ഇവളെ കാണാൻ വന്ന കിരണിനെ അവൾ ജ്യൂസിൽ സെഡേറ്റീവ്സ് കൊടുത്ത് മയക്കി. എന്നിട്ട് അവന്റെ മസിൽ തളരാനുള്ള ഒരു മരുന്ന് കൂടി ഇഞ്ചക്ട് ചെയ്ത് കയറ്റി. അതിനുശേഷം അവൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ടിവിയിലെ ട്രെയിൻ അപകടത്തെ പറ്റിയുള്ള വാർത്തകൾ അവൾ കാണുന്നത്. അപ്പൊ തന്നെ അവനെ എടുത്ത് ഡിക്കിയിലിട്ട് അവൾ ആ ഏരിയയിലേക്ക് പോയി. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് അവന്റെ ബോഡി എടുത്തിടുകയും ചെയ്തു. പക്ഷേ കൊടുത്ത ഡോസ് കുറഞ്ഞു പോയിട്ടാണോ അതോ അത് എഫക്ട് ചെയ്യാതിരുന്നിട്ടാണോ എന്തോ അവൻ ജീവനോടെ തിരിച്ചു വന്നു. അന്ന് ആ ബോഡി കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് കിരണിന്റേതല്ല എന്ന്. രക്ഷപ്പെട്ട കിരൺ എന്തായാലും അവന്റെ ഫ്രണ്ടിന്റെ കൂടെ ചേർന്നിട്ട് തന്നെ ആക്രമിക്കാൻ വരുമെന്ന് അവൾ പേടിച്ചിരുന്നു. അതുകൊണ്ടാണ് കിരണിനെ തേടിയുള്ള അവളുടെ അന്വേഷണത്തിൽ അശ്വിനെ കൂടി ഒരു സേഫ്റ്റിക്ക് അവൾ കൂടെ കൂട്ടിയത്. എല്ലാം കേട്ടിട്ട് SP പറയുന്നുണ്ട്, ഇത്രയും നാള് ഇവളെ യൂസ് ചെയ്ത് നമ്മൾ ഈ കേസ് തെളിയിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചത്, എന്നാൽ നമ്മളെല്ലാം യൂസ് ചെയ്ത് ഇവൾ അവളുടെ റിവഞ്ച് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന്. അശ്വിൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇവൾ ഒരുപാട് രഹസ്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. ഓരോ തവണ എല്ലാം തുറന്നു പറയുന്നു വിചാരിക്കുമ്പോഴും വീണ്ടും വീണ്ടും രഹസ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആരെ വിശ്വസിക്കണമെന്ന് അറിയാത്തൊരവസ്ഥ. ഇവിടെ SP അവളോട് പറയുന്നുണ്ട്, നീ അവനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അന്നവൻ മരിച്ചില്ലല്ലോ, അതുകൊണ്ട് നിന്റെ പേരിൽ ഇപ്പൊ കേസൊന്നുമില്ല. ആകെ നീ ആൾമാറാട്ടം നടത്തിയെന്നുള്ളൊരു കേസ് മാത്രമേ ഉള്ളൂ. അഞ്ജലി എന്നുള്ള നിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ച് നീ അഭിരാമിയായിട്ട് ഇവിടെ ജീവിച്ചു. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ നോക്കോളാന്ന് പറഞ്ഞിട്ട് തൽക്കാലം SP അവളെ വെറുതെ വിടുന്നു. അവൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അശ്വിൻ വീണ്ടും അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും നീ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഒന്നും തന്നെ ഇല്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് SP-യുടെ ആൾക്കാര് രാജ്കുമാറിനെ കൈയോടെ പിടിക്കുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഓഫീസർ ആകട്ടെ SP-യോട് വന്ന് പറയുന്നുണ്ട് ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. അന്ന് ഖത്തറിൽ വെച്ചിട്ട് അബിയുടെ ചേച്ചിയെ റേപ്പ് ചെയ്ത കൂട്ടത്തില് കിരൺ ഉണ്ടായിരുന്നു. പക്ഷെ ആ 2ാമത്തെ ആള് പ്രകാശ് അല്ല, അത് അശ്വിനാണ്. അത് കേട്ട് SP ഞെട്ടിപ്പോയി. അശ്വിന്റെ കൂടെയാണ് അവള് പോയിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇവള് പറഞ്ഞ കഥയിൽ നിന്നും അവൾ തേടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണെന്ന് അശ്വിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും അശ്വിൻ അവളെ കൊല്ലും. പെട്ടെന്ന് തന്നെ അവളുടെ ഫോൺ ട്രാക്ക് ചെയ്ത് പോലീസുകാര് അവളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. ഇവിടെ അശ്വിനാകട്ടെ അവർ നേരത്തെ ഒളിച്ചു താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബിൽഡിംഗിലേക്കാണ് ഇവളെ കൂട്ടിക്കൊണ്ടുപോയത്. അവളുടെ ഡ്രിങ്ക്സില് സെഡേറ്റീവ്സ് കലർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ. ആ സമയത്താണ് അവൾക്ക് SP-യുടെ കോള് വരുന്നത്. ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാ മതി എന്ന് പറയുന്നു. അവളുടെ ചേച്ചി റേപ്പ് ചെയ്ത 2ാമത്തെ ആള് പ്രകാശ് ആയിരുന്നില്ല എന്നും അശ്വിൻ ആയിരുന്നു എന്നും അവൾ അറിയുന്നു. അതോടെ അവൾ വല്ലാതെ പാനിക് ആകാൻ തുടങ്ങി. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശരിക്കും ഈ രാജ്കുമാർ ഇല്ലീഗലായിട്ട് പല കാര്യങ്ങളും നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തിയത് അശ്വിനായിരുന്നു. കിരണിനോട് ഇത് പറയുകയും കിരണിന്റെ സഹായത്തോടു കൂടി അയാളുടെ കമ്പനിയിൽ നിന്ന് ഡേറ്റാസ് എടുക്കുകയും ക്യാഷ് അടിച്ചു മാറ്റുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഐഡിയ ആയിരുന്നു. എന്നാൽ ഒരു പകുതി കഴിഞ്ഞപ്പോഴേക്കും കിരൺ ആകട്ടെ അശ്വിനെ ചതിച്ചതാണ്. കാശ് ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ഡേറ്റ എല്ലാം തന്നെ പ്രകാശിന് കൊടുക്കുകയും ആ കാശുമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുകയും ചെയ്തു. അടിച്ചുമാറ്റിയ ക്യാഷ് ഒന്നും തന്നെ അശ്വിന് കൊടുത്തില്ല. അത് കാരണമാണ് അശ്വിൻ കിരണിനെ തേടിക്കൊണ്ടിരുന്നത്. അന്ന് ആ അടി നടക്കുന്ന സമയത്ത് കിരണിനെ ഇടയ്ക്ക് അശ്വിൻ കൈയോടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തരാമെന്ന് പറഞ്ഞ ക്യാഷ് എന്താടാന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ ഫ്ളാറ്റിൽ വെച്ചിരുന്നതാ, പക്ഷെ പിന്നെ കണ്ടില്ല, അത് മിക്കവാറും അഭിരാമി തന്നെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടാകുമെന്നാണ് കിരൺ പറഞ്ഞത്. പക്ഷെ അവനോട് കൂടുതലൊന്നും ചോദിക്കാൻ അശ്വിന് പറ്റിയില്ല. അപ്പോഴേക്കും പോലീസുകാർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയോടെ അഭി ആകെ പേടിച്ചിരിക്കുകയാണ്. അശ്വിൻ പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ റിവഞ്ച് എടുക്കാൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട് നിന്നെപ്പോഴൊരാൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന്. കിരണിന്റെ ഫ്ളാറ്റിലുണ്ടായിരുന്ന ആ കാശ് ഇവള് കണ്ടോ എന്നും അതെങ്ങോട്ടും നീ മാറ്റിയതെന്നും ഒക്കെ അശ്വിൻ അവളോട് ചോദിക്കുന്നു. എനിക്ക് അറിയില്ല എന്ന് അവള് പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും നീ കള്ളം പറയുകയാണെന്ന് പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, ആ കാശെല്ലാം ഞാൻ കത്തിച്ചു കളഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞു കേട്ട് അവന് ദേഷ്യം വന്നിട്ട് അവളെ അടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അതിനിടയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളാകട്ടെ ഒരു കയറിൽ കുരുക്കി അവനെ താഴേക്ക് തള്ളിയിടുന്നു. പോർട്ടിൽ തന്നെ അശ്വിൻ മരിച്ചു. പോലീസുകാർ അപ്പോഴേക്കും അവിടെ എത്തുകയും അവളെ രക്ഷിക്കുകയും ചെയ്തു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.